അതെ, നമുക്കിപ്പോൾ ഒരു ചെമ്മീൻ കറി കൂടി വെച്ചാലോ. അപ്പോൾ ദേ ചട്ടി വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും അതിലോട്ട് സവാള, പച്ചമുളക്, ഇഞ്ചി ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നമുക്കപ്പോൾ ഒരു ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക, അപ്പോൾ പെട്ടെന്ന് മൊരിയുമല്ലോ. ഇത് നന്നായിട്ട് വാടട്ടെ കേട്ടോ. ഇതെന്താണ് ഇതെന്താണ് ഇടയ്ക്കൊരു പട്ടിഷോ അല്ലേ? ശരി, ഇടയ്ക്ക് ഞാനാണ് വെക്കണേന്ന് നിങ്ങൾ അറിയണ്ടേ, അതുകൊണ്ട് മാത്രം. അപ്പോൾ ദേ ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി അങ്ങനെ പൊതുവെ ഉപയോഗിക്കാറില്ല. സാധാ മുളക് പൊടിയാണ് എല്ലാത്തിനും എടുക്കണത് കേട്ടോ. ഒത്തിരി കളറില്ലെങ്കിലും അത്യാവശ്യം നല്ല എരിവുണ്ടാവും കേട്ടോ ഗൈസ്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇത് മുളക് മൊരിയട്ടെ. മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഇത്തിരി വെള്ളം ഒഴിക്കാം കേട്ടോ. കാരണം ചെമ്മീൻ ഞാൻ പറ്റിച്ചിട്ടില്ല, പച്ചക്കാണ് വെക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം വേവുണ്ട് ചെമ്മീന്. വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ ചെമ്മീൻ ഇതിലോട്ട് തട്ടാം. എന്നിട്ട് ഇത് പതിയെ മൂടിയിട്ട് ഒരു 10 മിനിറ്റ് സിമ്മിലിരുന്ന് വേകട്ടെ. നന്നായിട്ട് വെന്ത് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇനി അതല്ല ഫ്രൈ ആയിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിട്ട് പതിയെ ഇളക്കി 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 ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അധികം ഫ്രൈ ആക്കുന്നില്ല, കുറച്ച് ചാറ് ഇതിലാണ് എടുക്കുന്നത്. അപ്പോൾ അധികം ഞാൻ അങ്ങോട്ട് വഴറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഇപ്പം അത്യാവശ്യമായിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ ഇരിക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞില്ലേ, കാശ്മീരി ചില്ലി ഇട്ടെങ്കിൽ ഇത്തിരി കളർ വന്നാലേ